ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. നല്ല കോട്ടയം സ്റ്റൈല് പിടിയെടുത്ത് വാഴയിലേക്ക് ഇട്ട് വറുത്തരച്ച കോഴിക്കറി അതിന്റെ പുറത്തേക്ക് ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തലോടി ഒരു പിടിയെടുത്ത് അന്നമ്മ വായിലേക്ക് വെച്ചിട്ട് എന്നോട് ചോദിക്കാ, നിനക്ക് കൊതി വരുന്നുണ്ടോടാന്ന്. എന്റെ പൊന്നോ, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? വീഡിയോയിലിരുന്ന് അന്നമ്മ കൊതിപ്പിക്കുന്നത് പോരാഞ്ഞിട്ട് ദേ നേരിട്ട് വന്നിരുന്ന് കൊതിപ്പിക്കുവാണ്. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ലോ. ആ പൊറോട്ടയുടെ പുറത്തേക്ക് ചിക്കൻ കറി ഒഴിച്ച് കുറച്ച് ബീഫ് ഇട്ട്. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. അതിന്റെ പുറത്ത് ഒരു ബീഫ് എടുത്ത് വെച്ച് ഇതേ ഇങ്ങനെ നീട്ടി കാണിച്ചു. പൊറോട്ട കൊണ്ടുവരുമ്പോ നല്ല ചൂടായിരിക്കണം. അന്നമ്മ അതങ്ങ് കഴിച്ചു തീർത്ത് വാഴലയും വടിച്ചു. ഇത് മലമ്പാപ്പ് കോഴി തിന്നണ മാതിരി ഉണ്ടല്ലോ. ഇങ്ങനെ പോയാല് ഇനിയൊന്നും കിട്ടൂലെന്ന് എനിക്ക് തോന്നി. അല്ല, കൊച്ചിന് എന്റെ കൂടെ നടക്കാൻ നാണക്കേടെന്ന് തോന്നുന്നില്ലേ? ഏതായാലും നാറി, പിന്നെ ഒരു നാണം കെട്ടവന്റെ കൂടെ നടക്കുന്നുണ്ടെന്താ. ലെഗ് പീസ് ഇതാ ഇങ്ങനെ എടുക്കുകയാണ്. പറഞ്ഞ ശരിയാണ്, യാതൊരു എക്സ്ട്രാ ഫ്ലേവേഴ്സും ഇല്ല. ഇങ്ങനെ കോഴിയെ തിന്നാരാ? കുറുക്കനോ? പോലെ ഒന്നും പറഞ്ഞില്ല. നല്ല നാടൻ കോഴിയാണ്, നാണമില്ലാതെ ഞണ്ണാൻ പറഞ്ഞതാ. അതിനൊട്ടൊന്നുമില്ല. ചിക്കന്റെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് വയ്ക്കോ, ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ തിന്നും. രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? കൈകൊണ്ട് ശീലിച്ച അന്നമ്മ കഷ്ടപ്പെടുകയാണ് കേട്ടോ. എന്റെ ഹൈലൈറ്റ് ഇവനാണെന്ന് ഇപ്പൊ മനസ്സിലായി. സ്പെഷ്യൽ സോസ്, ഇവിടുത്തെ ഒരുപാട് സോസുകളുണ്ട്, അതിൽ സ്പെഷ്യലാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്കിഷ്ടായിട്ടാ. അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കേറും. ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുതലാ. അപ്പൊ ചോറിന്റെ ഉള്ളില് നല്ലൊരു കുഴി കുഴിച്ചു. എന്നിട്ട് വഴുതനങ്ങ മോരുകറി അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കാന്താരി കൂടുതലുള്ള ഭാഗവും മീനിന്റെ ഭാഗവും കൂടെ എടുത്ത് കൂടെ മേമ്പൊടിയായിട്ട് മലയാളിസിനെ വില കളയാൻ കപ്പ മാത്രമാണെങ്കിൽ പോലും ഇത് അടിപൊളിയാണ്. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയെടുക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. അത് വലിയൊരു ആഷ്പോഷ് ഹോട്ടലിൽ കയറി കഴിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടവും വിശ്വാസവും. ഇടയ്ക്കേ ഈ അച്ചാറും തൊട്ടുകൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടയ്ക്കും. ഈ മസാലയില് ഇങ്ങനെ വെച്ചത് ഇങ്ങനെ അടിച്ചാലുണ്ടല്ലോ, എന്നും ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ഷുഗർ ഉണ്ട്, പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നോൺ വെജ് തിന്നും, മധുരം തിന്നും. നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടാവും. ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡലി അല്ലേ ഇരിക്കുന്നത്? എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. കല്ലുമ്മക്കായ അതിന്റെ കുസ്കയാണ്, ചൂട് പറക്കുന്നത്, അതിലും രുചി പറയാൻ വാക്കുകളില്ല. ഒരു നേരത്തെ ആഹാരം നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സൂപ്പറായിട്ടുണ്ട്. ബീഫ് മാത്രം നിന്നുണ്ട് കേട്ടോ, ബീഫ് ചില്ലി ഇട്ടിട്ടാണ് ചെയ്യണത്. ചൂട് നോക്കി രക്ഷയില്ല. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. കപ്പയും കക്കയും നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ട് രുചിയാണോ? ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കെ തിന്നെ. പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തിൽ ഇടണ്ട. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. എന്റെ നാക്കല്ല എന്റെ നാക്ക്, എന്റെ നാക്കല്ല നിന്റെ നാക്ക്. തുടങ്ങിയിട്ടുള്ളൂ. എന്താടി ഒരു നാറ്റമേ? അയ്യോ, അയ്യോ കാടി തട്ടിയോ? വരുന്നുണ്ട്, കളഞ്ഞു. എന്തൊരു തീറ്റ അതിന്. അയ്യോ, ഭയങ്കരം തന്നെ. ശവം. എനിക്ക് അത്ര കൊതി വരാറില്ല. കാടയുണ്ടോ? കാടയിറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാറിയും കൊക്കൊക്കെ. ഇത്രയും സെറ്റായിട്ട് കഴിപ്പിച്ച് കൊതിപ്പിച്ചിട്ടുള്ള ഒരാള് വരില്ല. രണ്ടും കൂടി കിന്നാരം പറഞ്ഞ് നിൽക്കാണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ട് കൊടുക്ക. തള്ളേ, കലിപ്പ് തീരണില്ലല്ലേ?
ഇതൊക്കെ എന്ത് അതും ഇതൊക്കെ എടുത്ത് വായ കുത്തി കയറ്റി വെക്കണ്ട. എരുമയാവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ഏതാ ചേട്ടൻ ഐറ്റം? നാടൻ കോഴിയുടെ തൊലി 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 ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് എന്റെ ഫസ്റ്റ് അഭിപ്രായത്തില് ഒരല്പം കൂടെ എരിവാവാം. എന്തോ എങ്ങനെ? ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് ഇതെങ്ങനെ തിന്നും കുടിച്ചും ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് തോന്നിരിക്കുക. നിങ്ങളുടെ സ്വന്തം അന്നമ്മ തിന്നതിന് ശേഷം ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. എന്തൊരു തീറ്റ അയാൾ തിന്നുകൂട്ടണേ. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ. ഇവിടെ നാടൻ അച്ചാറ് ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്. എന്റെ ശിവനെ, വെറുതെ വൃത്തികേട് കാണിക്കരുത്. എന്റെ മോളിൽ കൂടെ കുറച്ച് ചോറിട്ടെ ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? നല്ല എരിവ്, പുളി, അതൊക്കെ വെറുതെ പറയുന്നതാ. കൂടെ ചൂട്. ചായ നെറുകം തലേ കയറി ബ്ലോക്ക് ആയതാ. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ ഇത്തിപ്പൂരല്ലേ തിന്നുള്ളൂ. ഓ സമാധാനായി. എന്നാ പിന്നെ പുറപ്പെടുകയല്ലേ? പുറപ്പെടാം.